മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ പാടുകൾ അല്ലെങ്കിൽ ഒരു ഡൾനെസ് തോന്നുക ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് സ്കിന്നെ ക്ലീൻ ചെയ്ത മാതിരത്തെ ഒരു എഫക്റ്റ് കിട്ടും. അതായത് നന്നായിട്ട് നമ്മുടെ പോർസിനകത്തോട്ട് പോയി നമ്മുടെ ഇമ്പ്യൂരിറ്റീസ്, അഴുക്ക്, പൊടി ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും നന്നായിട്ടൊരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അത് മാത്രമല്ല നമുക്ക് ഓയിലി സ്കിൻകാരാണെങ്കിലും ഇത് യൂസ് ആക്കാനായിട്ട് പറ്റും. ഡ്രൈ സ്കിൻകാർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആക്കാൻ പറ്റുന്നതാണ്. ഓരോ സ്കിൻ ടൈപ്പാരും എങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. കുഞ്ഞു വീഡിയോ ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. അതോടൊപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ റെഗുലർ സ്കിൻ കെയർ റുട്ടീനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. സോ ഫസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ മുൾട്ടാനി മിട്ടിയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് എല്ലായിടത്തും കിട്ടുന്നതാണ്. മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും, സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങാം. ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് പെട്ടെന്ന് അവൈലബിൾ ആകുന്നത് ആ ഒരു രീതിക്ക് വാങ്ങാം. സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ ഈ ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ കുറേ കൂടെ അഫോർഡബിൾ ആണ്. ചെറിയ പാക്കറ്റ് വരെ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മൾ ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കണം. അങ്ങനെ മാത്രമേ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ 2-3 സ്പൂൺ മുൾട്ടാനി മിട്ടി എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ സ്പൂണാണ്. വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണോ 1.5 സ്പൂണൊക്കെ എടുത്താൽ മതിയാവും. അടുത്തതായിട്ട് ഞാനിതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഫി നമ്മൾ എന്തിനാണ് യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കും. സ്കിൻ ഗ്ലോ ആകാനും ബ്രൈറ്റ് ആക്കാനും സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും ഭയങ്കര നല്ലതാണ്. അതോടൊപ്പം സ്കിന്നിൽ ഡൾനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഫ്രഷ് ലുക്ക് തരാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു പാർട്ടി ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, സ്പെഷ്യലായിട്ട് ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഫി യൂസ് ചെയ്തിട്ടുള്ള ഒരു പാക്ക് യൂസ് ആക്കാം. നന്നായിട്ട് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരും. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലോവേര ജെല്ല് യൂസ് ആക്കാം. വീട്ടിൽ നമ്മുടെ ചെടിയിൽ നിന്നുള്ള അലോവേരയുടെ നീരുണ്ടല്ലോ, കറ്റാർവാഴയുടെ നീര്, അത് നമുക്ക് യൂസ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഏതൊരു അലോവേര ജെല്ലാണോ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് യൂസ് ആക്കാം. ഞാനിവിടെ പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചൊന്ന് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആ മുൾട്ടാനി മിട്ടിയും കോഫിയും കൂടെ മിക്സ് ആക്കുന്നത് കാണിക്കാൻ പറ്റാത്തത്. ഒരല്പം പാലും ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമുക്ക് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളിതിൽ പാല് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കറ്റാർവാഴയുടെ നീരിൽ തന്നെ ഇത് മുഴുവനും കുഴച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷനും സൺ ടാനും ഒരുപാടുണ്ട്, അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. നല്ല രീതിയിൽ ഡാർക്കായിട്ട് പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിന് ചുറ്റും ഉണ്ടാകുന്ന ഒരു കറുത്ത നിറം, മുഖത്ത് പാടുകൾ, കറുത്ത പാടുകൾ ഉണ്ടാവുക, ഇങ്ങനത്തെ നെറ്റിയിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാവാറില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടറ്റോ ഉണ്ടല്ലോ, അതായത് ഉരുളക്കിഴങ്ങ്, അതെടുത്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുക്കുക. ആ ജ്യൂസ് ഉപയോഗിച്ചും നിങ്ങൾക്ക് പാലിന് പകരം മിക്സ് ചെയ്യാം. സിമ്പിളാണ്, പക്ഷെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തു, എന്നിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പാല് അല്ലെങ്കിൽ തൈര് യൂസ് ആക്കുക. സൺ ടാൻ ഒരുപാടുള്ളവരാണെങ്കിൽ നിങ്ങൾ തൈര് യൂസ് ആക്കുന്നത് വളരെ നല്ലതായിരിക്കും. സെറ്റ് ആവുന്നവരാണെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ ഫേസിലോട്ട് അത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്കിൻ ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ആദ്യം തന്നെ മുഖം ഒന്ന് കഴുകുക. പുറത്ത് പോയി വരികയാണെന്നുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് വേണം ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷേ നിങ്ങൾ പുറത്തൊന്നും പോയില്ല, രാവിലെ കുളിച്ചു, പിന്നെ കുറച്ചൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് റോസ് വാട്ടർ സ്പ്രേ ചെയ്തൊന്ന് തുടയ്ക്കുകയോ അല്ലെങ്കിൽ വെറും വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് നനവുള്ള ഫേസിലോട്ട് അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്തിട്ട് ചെറിയൊരു നനവ് മാത്രമുള്ളപ്പം അപ്ലൈ ചെയ്ത് കൊടുത്താലും ഭയങ്കര നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് നല്ല ബ്രൈറ്റ്നസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് സ്ക്രബിങ്
ഏജൻ്റായിട്ട് നമ്മളൊന്നും തന്നെ ഫിസിക്കൽ എക്സ്പോളിയേറ്ററായിട്ട്, അതായത് തരിതരിപ്പുള്ള ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു മൈക്രോ എക്സ്ഫോളിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ഒട്ടും നമ്മളിങ്ങനെ ഉരയ്ക്കാതെ അങ്ങനെയൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഈ ഒരു പാക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തല്ലോ, ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോഴേക്കും ഇതൊന്ന് ഡ്രൈ ആകും. ഡ്രൈ ആകുന്ന സമയത്ത് നമ്മുടെ മുൾട്ടാണി മിട്ടി ഒരു വൈറ്റ് പാച്ച് പോലെ ആയി വരും. വൈറ്റ് പോലത്തെ ഒരു കളറിലായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു വൈറ്റ് പോലത്തെ കളറിലോട്ട് തെളിഞ്ഞ് വരും. ആ ഒരു സമയത്ത് ഫുൾ അങ്ങനെ ഡ്രൈ ആകുന്നവരെ വെച്ചിരിക്കരുത്. 10 മുതൽ 15 മിനിറ്റ് വരെ അത്രയും മതി. ആ ഒരു സമയം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുക്കുക. വെള്ളം തളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിരൽ വെച്ചിട്ട് റൗണ്ടായിട്ട് ഒരു മസാജ് ചെയ്തിട്ട് അത് കഴുകിക്കളയുക. ഒരുപാട് മസാജ് ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റ ദിവസത്തിൽ മസാജ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എന്തോ ചെയ്തിട്ട് റിസൾട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് എന്തായാലും കിട്ടും. ഒരുപാട് നമ്മൾ ഓവർഡു ചെയ്യേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക, എന്നിട്ടത് കഴുകിക്കളയുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. പക്ഷെ ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ കെയർ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കണം. ഏതാണോ നമ്മൾ യൂസ് ആക്കുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ അത് കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ റോസ് വാട്ടർ യൂസ് ആക്കുന്നുണ്ട്. അന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ ഈ ഒരു റോസ് വാട്ടർ ഫുൾ ഒരു DIY ചെയ്തപ്പോൾ മൊത്തം കളഞ്ഞത്? അപ്പോൾ അതിനുശേഷം ഞാൻ ബെഞ്ചാറാസിൻ്റെത് വാങ്ങില്ല എന്ന് കരുതിയതാണ്. പക്ഷെ ഞാൻ മേടിച്ചു, സൂക്ഷിച്ച് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഞാൻ മേടിച്ചു. ഈ ഒരു സംഭവം ഇങ്ങനെയൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് കാര്യമാക്കണ്ട. ഈ റോസ് വാട്ടർ ഞാൻ ഇടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ യൂസ് ആക്കുന്നതാണ്. ഇത് തന്നെ നല്ല എനിക്ക് കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ള റോസ് വാട്ടർ യൂസ് ആക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഡീറ്റെയിൽസും പ്രൈസും എല്ലാം അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ എത്ര ml ആണെന്ന് ഞാൻ പറഞ്ഞു. 120 ml ആണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എന്നിട്ടൊരു മോയ്സ്ചറൈസറും കൂടെ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. പകൽ സമയത്താണെങ്കിൽ സൺസ്ക്രീനും യൂസ് ആക്കുക. അപ്പോൾ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഉറപ്പായി റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.